ദൈവനിശ്ചിതർക്കായിട്ട് ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവസന്നിധിയില് കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങള് നമുക്ക് പ്രാഥമികമായി പ്രാർത്ഥിപ്പാനും തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ ധ്യാനത്തിനായിട്ടും പ്രതിരിപ്പാൻ തക്ക അവസരം തരുന്നുണ്ടല്ലോ. എല്ലാ കൂട്ടായ്മകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ സഹോദരിമാരായിട്ട് ഒന്നിച്ച് കൂടി വന്നപ്പോഴും ദൈവ കൃപ ധാരാളമായിട്ട് അനുഭവിപ്പാനും എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനും പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവവചനവും സാക്ഷ്യങ്ങളൊക്കെ പങ്കുവെക്കുവാനും കടന്നു വന്ന എല്ലാവർക്കും അത് അനുഗ്രഹമാക്കി തീർത്തോട്ടെ നമ്മോട് ദൈവത്തെ സ്തുതിക്കുന്നു. വൈകവേളയിലും പ്രകാരമുള്ളൊരു അവസരം കർത്താവ് ഒരുക്കി തന്നല്ലോ. ദൈവസന്നിധിയിലെ എത്ര പ്രയാസത്തോടെ നമ്മൾ കടന്നു വന്നാലും നമ്മുടെ ആ തീരുമാനത്തെ വളരെ ശ്രേഷ്ഠമായി കാണുന്ന ദൈവമാണ്. നമുക്കറിയാം, പലപ്പോഴും മാനസികമായി നമ്മൾ തളരുമ്പോൾ, ക്ഷീണിക്കുമ്പോൾ, സാമ്പത്തികമായി ഞെരുങ്ങുമ്പോൾ, മറ്റു പ്രതിസന്ധികളാൽ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുകയും നമ്മുടെ മനസ്സാകുലപ്പെടുകയും ചെയ്യുമ്പോൾ കൂട്ടായ്മയ്ക്ക് പോകണ്ട, ഇന്ന് പോകണ്ട, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നതും, എന്നാൽ എത്ര ഹൃദയം കലങ്ങി മനസ്സ് തകർന്നിരിക്കുമ്പോൾ ദിവസത്തിൽ കടന്നു പോകാം എന്നുള്ള തീരുമാനം എടുക്കുന്ന നമ്മളുടെ വ്യത്യാസം നമ്മൾ രണ്ടും അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് അറിയാം. എത്ര കലങ്ങി മറിയുന്ന ഹൃദയത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ വന്നാലും നമ്മളെ ബലത്തോടെ ദൈവിക സമാധാനം നൽകി, ആശ്വാസം നൽകി, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഉറപ്പ് നൽകി നമ്മളെ മടക്കി അയക്കുന്നതിനാണ് കർത്താവ്. എന്നാൽ നമ്മൾ അതിന് വിപരീതമായി നമ്മളുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ പോകാതെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ നമ്മൾ ഭാഗവാക്കാകാതെ നമ്മുടേതായ ആ മനസ്സിന്റെ ക്ഷീണം മാറ്റാൻ, ഭാരം മാറ്റാൻ നമ്മൾ മറ്റെന്ത് മാർഗം കണ്ടെത്തിയാലും, നമ്മൾ വെറുതെ ഇരുന്നാലും അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ശ്രമിച്ചാലും അതെല്ലാം വിഫലമായി പോകുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, എത്ര തകർന്നു നുറുങ്ങി ആയിരിക്കും, നമുക്കൊരാവതുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായ്മകൾക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ, നമ്മളതിന് പങ്കാളികളാവുമ്പോൾ കർത്താവിന് വ്യക്തമായിട്ട് അറിയാം ഓരോരുത്തരും എങ്ങനെയുള്ള മനസ്സോടെയാണ്, ഏത് ഹൃദയ നുറുക്കത്തോടെയാണ് ദൈവസന്നിധി വന്നിരിക്കുന്നതെന്നും അവരെ എപ്രകാരം ബലപ്പെടുത്തണമെന്നും കർത്താവ് നന്നായിട്ട് അറിയുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അത് ശ്രേഷ്ഠമാണ്. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് ചേർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് എത്ര ക്ഷീണിച്ചിരുന്നാലും നമുക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരിടമാണ് ദൈവസന്നിധി. നമ്മൾ എത്ര ആകുലപ്പെട്ടിരുന്നാലും, സംശയാലുക്കളായിരുന്നാലും, എന്തെല്ലാം ഭാരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും നമുക്ക് ഓടിയെത്തുവാൻ നമുക്ക് ഏറ്റവും അഭികാമ്യമായ, ഏറ്റവും നമ്മള് വേഗത്തിൽ നമുക്ക് അന്വേഷിച്ചെത്താവുന്നതും നമുക്ക് സമീപിക്കാവുന്നതുമായ ഇടമാണ് കർത്താവിന്റെ സന്നിധി. അത് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുവാൻ ഇന്ന് രാത്രിയിലും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, വ്യക്തിപരമായൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് പ്രാർത്ഥന വേണ്ട, കൂട്ടായ്മ വേണ്ട എന്നാണോ? അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അതിനുള്ള ഒരു മൂഡില്ല, ഒരു മനസ്സില്ല എന്നാണോ? അതോ എത്ര മനസ്സില്ലെങ്കിൽ, എത്ര ക്ഷീണിതമായി ഇരിക്കുന്നൊരവസ്ഥയിലും എനിക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന, എൻ്റെ മുഖം വാടിയിരുന്നാലും, എൻ്റെ മുഖം അങ്ങേയറ്റം വാടിയിരുന്നാലും, ഒരു തരത്തിലും എൻ്റെ മുഖത്തൊരു ശോഭയില്ലെങ്കിലും, ആര് കണ്ടാലും എന്തു പറ്റി എന്ന് ചോദിക്കുന്ന അവസ്ഥയിലായിരുന്നാലും എനിക്ക് ചെല്ലാൻ പറ്റുന്ന ഇടമാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം. അതിനൊരു സംശയവുമില്ല. കാരണം നമ്മളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ വാടിയിരുന്നാലും, മുഖം വാടിയിരുന്നാലും, ഹൃദയം ക്ഷീണിച്ചിരുന്നാലും നമ്മളെ ബലപ്പെടുത്താൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിനെ മറന്ന് ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കരുത്. ആ കർത്താവിന്റെ തിരു സാന്നിധ്യം മറന്ന് ഒരു ജീവിതവും, ഒരു തീരുമാനം നമ്മൾ എടുക്കരുത്. അത് തികച്ചും മണ്ടത്തരമായിരിക്കും, തികച്ചും വിവേകശൂന്യമായ തീരുമാനമായിരിക്കും. അതിന്റെയൊക്കെ തിക്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ മറിച്ച് ദൈവസന്നിധിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, ദൈവിക കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെയും ശ്രേഷ്ഠമായ അനന്തരഫലങ്ങൾ ദൈവം നമുക്ക് നൽകിത്തരുന്ന ദൈവമാണ്. നമ്മളത് രുചിച്ചറിയുന്നവരാണ്. അങ്ങനെ തന്നെ ആയിരിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മള് മുഖത്ത് എത്ര പൗഡർ ഇട്ടാലും, മുടി എത്ര നന്നായി ചീവിയാലും, എത്ര നല്ല വസ്ത്രം ധരിച്ചാലും നമ്മുടെ ഹൃദയത്തിന്റെ മ്ലാനതയും മനസ്സിന്റെ വിങ്ങലും ഒക്കെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ആ കർത്താവിന്റെ അടുത്ത് നമുക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. നമ്മൾ ഉള്ളതുപോലെ, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ അവൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെ ചെല്ലുവാൻ കഴിയുന്നത് എത്ര ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. വളരെയധികം അനുഭവങ്ങൾ നമുക്ക് ആ വിഷയങ്ങളിൽ ഉണ്ട്. തുടർന്നും അങ്ങനെ തന്നെ നമുക്കായിരിക്കാം. നമ്മുടെ ഏത് പ്രയാസങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, നമ്മുടെ ഏത് മനസ്സിന്റെ ബലഹീനതകളെയും കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. കർത്താവ് തന്നോട് മറുതലിച്ച ഇസ്രായേൽ ജനം എത്രത്തോളം ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടും വീണ്ടും ഒരു മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അവർക്ക് ദൈവത്തെ സേവിക്കുവാനും സ്നേഹിപ്പാനും പൂർണ്ണ മനസ്സോടെ സ്നേഹിപ്പാനും സേവിക്കാനും കഴിയാതെ വന്നിട്ടും അവർ സ്വന്തം ജനമാണെന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ തന്റെ പ്രവാചകന്മാരെ അയച്ച് അവരെ വീണ്ടും തന്റെ വചനങ്ങളെ ഓർപ്പിച്ചുണർത്തി അവരാരെന്നും അവർക്ക് ദൈവം ആരെന്നും ദൈവത്തിന് അവരാരെന്നും വ്യക്തമായി അവരുടെ സ്ഥാനത്തെയും അവരുടെ മാനത്തെയും ഒരു മാനഹീനരായി അവര് ലക്ഷ്യം തെറ്റുകരായി ഓടിയപ്പോൾ കർത്താവ് അവരുടെ ദൈവത്തിന് അവരെ കുറിച്ചുള്ള ലക്ഷ്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഓർപ്പിച്ചുണർത്തുവാൻ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. വേണമെങ്കിൽ ദൈവത്തിന് അവരെ ഉപേക്ഷിക്കാമായിരുന്നു. ദൈവം അവർക്ക് തള്ളി, പക്ഷെ ദൈവം അവർക്ക് എത്രയോ അവസരങ്ങൾ മാറി മാറി, അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ച ആ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ക്രിസ്തു എന്ന ദൈവിക മർമ്മം, ഏറ്റവും മഹത്തായ ദൈവിക പദ്ധതി കർത്താവ് സ്വരൂപിച്ചു വെച്ചിട്ട് അത് വെളിപ്പെടുത്തുന്നത് വരെ ദൈവത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇസ്രായേലിലായിരുന്നു. അത് കഴിഞ്ഞാണ് ദൈവം തന്റെ പുത്രനെ അയച്ചതിന് ശേഷമാണ്, പുത്രനിലൂടെ ദൈവ പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷമാണ് സ്വന്തം ജനത്തിന്റെ സ്ഥാനം മാറിയതും നമ്മൾ സ്വന്തം ജനമായി വിശ്വസിക്കുന്ന ഏവരും ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ഏത് അവകാശം കിട്ടി ഇപ്പോൾ നാം. അതുകൊണ്ട് പത്രോസ് യഹൂദന്മാരായ അപ്പോസ്തലന്മാരെ കൊണ്ട് തന്നെയാണ് ദൈവം എഴുതിപ്പിച്ചത്. ഒരിക്കലും ഒരു അന്യന്റെ ഭവനത്തിലേക്ക് സ്വന്തം ജനമല്ലാത്ത, ഇസ്രായേൽ അല്ലാത്ത, യഹൂദനല്ലാത്ത ഒരു കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നീ അവിടെ നിനക്കൊരു ശുശ്രൂഷ നടന്ന പത്രോസിനോട് പറഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ കർത്താവെ, ഞാൻ അങ്ങനെ ഒരിക്കലും, അങ്ങനെയല്ല കർത്താവ് പറഞ്ഞ, ആ ദർശനത്തിലൂടെയാണ് പറയുന്നത്, എഴുന്നേറ്റ് തിന്നുക, അർത്ഥത്തിന് എല്ലാം എന്ന് പറഞ്ഞപ്പോ, അയ്യോ ഞാൻ അശുദ്ധമായതും മലിനമായതും ഒന്നും ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ദൈവം ശുദ്ധീകരിച്ചതിനെ നീ പിന്നെ മലിനമെന്ന് പറയരുത്. അതെന്തിനാ പറഞ്ഞേ? കൊർന്നേലിയോസിന്റെ അടുത്തേക്ക് പോകാനുള്ള ആഹ്വാനം കൊടുക്കുമ്പോൾ കൊർന്നേലിയോസിന്റെ അടുക്കിലേക്ക് അപ്പോസ്തലനായ പത്രോസ് പോകത്തില്ല. ആ ഒരു കാരണത്താൽ, കാരണം യഹൂദൻ അന്യ ജാതിക്കാരന്റെ ഭവനത്തിൽ പോവുകയോ ഭക്ഷിക്കുകയോ അവരുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്യുകയില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അതിനു മുമ്പായി ദൈവം പത്രോസിന്റെ ദർശനത്തിലൂടെ ഇടപെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ പോലും അവര് അത്രമാത്രം ആ സ്വന്തം ജനം ഞങ്ങളാണ് ദൈവത്തിന്റെ എല്ലാം എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തില് അതേ പത്രോസിനെ ദൈവം മാറ്റിമറിച്ച് ശുശ്രൂഷകളെ ചെയ്യിപ്പിച്ച് ദൈവീയ നിയോഗം ചെയ്യിപ്പിച്ച് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ആരാണ്? ഇപ്പോൾ എല്ലാവരോടും ചിതറിപ്പാർക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും. ഇതൊന്നും പൗലോസൊന്നും വേറെ ആർക്കും വിട്ടുകൊടുക്കാത്ത പദവികളാണ്. ഒരു കാലത്തും ഒരു സമ്മതിക്കത്തില്ല നമ്മൾ സ്വന്തം ജനമാ. ഇന്നും യഹൂദന്മാർ സമ്മതിക്കത്തില്ല നമ്മളത് പറഞ്ഞാൽ. രക്ഷിക്കപ്പെടാത്ത യഹൂദൻ ഇന്നും പക്ഷെ രക്ഷിക്കപ്പെട്ട യേശുവിനോട് ചേർന്ന അവന്റെ അപ്പോസ്തലന്മാരായി തീർന്ന ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ കത്തെഴുതിയപ്പോൾ അവര് വിവിധ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർ കത്തെഴുതിയപ്പോൾ ഇതേ പത്രോസാണ് പറഞ്ഞത്, ഞാൻ പോകത്തില്ല, അയ്യോ ഞാൻ അങ്ങോട്ട് പോകത്തില്ല, എനിക്ക് അശുദ്ധമായത്. അന്ന് പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയി അവിടെ ശുശ്രൂഷിച്ചു, വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് എത്ര പേരോട് അതിന് ന്യായീകരണം കൊടുക്കേണ്ട വന്നെന്നറിയാമോ? ദിവസം വായിക്കുമ്പോൾ നമുക്കറിയാം. കൂടെ കുറെ സഹോദരന്മാർ യഹൂദന്മാർ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വലിയ ചർച്ചാ വിഷയമായി. പത്രോസ് ശരിയല്ല, പത്രോസ് അവിടെ പോയി ഇവരുമായിട്ട് സമ്പർക്കം പുലർത്തി, വേർപാടില്ല, യഹൂദൻ എന്നുള്ള മര്യാദ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൂടുള്ളവരും പറഞ്ഞു പത്രോസിന് ഒന്നിലധികം പ്രാവശ്യം നടന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ അനുഭവിക്കാറുണ്ട്. ദൈവം വൻകാര്യങ്ങളെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് വൻകാര്യമായിട്ട് തോന്നത്തില്ല. ഞങ്ങളൊക്കെ ഇവിടെ ശുശ്രൂഷയിൽ പലപ്പോഴും അനുഭവിക്കുന്ന, ഒത്തിരി നാള് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നിലവിളിച്ച് ചിലർ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അപ്പൊ സഭയിലുള്ള ആരെങ്കിലും അങ്ങ് ഇടറും. നമ്മളൊരു വലിയ സന്തോഷം അനുഭവിക്കാനിരിക്കുമ്പോൾ, നമ്മൾ വലിയൊരു ആനന്ദത്തിന് പങ്കാളികളായി ഹൃദയം നിറഞ്ഞു തുളുമ്പാനിരിക്കുമ്പോൾ ആരെങ്കിലും ഇടറും. ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവം ചില പ്രവർത്തികൾ ചെയ്ത് അതിൽ ആനന്ദിച്ച് അന്ന് രാത്രി സ്തോത്രം ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അതിൽ ഇടറിയിരിക്കും. വൻ കാര്യങ്ങൾ ദൈവം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഇടർച്ച ആരെങ്കിലും. ഞാൻ ഇപ്പോഴും കർത്താവേ, അതിനെ എനിക്കറിയില്ല, അത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, അനുഭവിക്കുന്ന ഒരു, പക്ഷെ നമ്മൾ അതിനെ അതിജീവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതുപോലെയാണ് കർത്താവിന്റെ മിനിസ്ട്രിയിലും, ഇതുപോലെ അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രിയിലും വൻ കാര്യമാണ് ചെയ്തത്. ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം കൊർന്നേലിയോസിന്റെ വീട്ടിൽ സംഭവിച്ചു. ഒരു പട്ടാളക്കാരൻ, റോമൻ ഓഫീസർ
ഒരു കുടുംബം, ഫ്രണ്ട്സ്, നമ്മളൊക്കെ എത്ര സ്വപ്നം കാണുന്നൊരു കാര്യം അല്ലേ? നമ്മൾ വീട്ടിൽ ചെല്ലുന്നു, നമ്മളവിടെ സുവിശേഷം അറിയിക്കുന്നു, അപ്പൊ ആ വീട്ടുകാരും അവിടെ കേട്ട ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം കൂടെ ഒരുമിച്ച് വിശ്വസിച്ചാനപ്പെട്ട നമ്മുടെ സന്തോഷം എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നമ്മൾ വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും ഇടറുമെന്ന്? അപ്പോഴും ഇടറുന്നവരുണ്ട്. അത്രയും വലിയൊരു അത്ഭുതം നടന്നിട്ട് പത്രോസിനോട് അത് ചോദിച്ചാൽ മതിയോ, എത്ര പേർ രക്ഷിക്കപ്പെട്ടു, എത്ര പേർ സ്നാനപ്പെട്ടെന്നല്ല, നീ എന്തുകൊണ്ട് കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയി, അവിടെ താമസിച്ചില്ലേ? അപ്പൊ നീ അവിടുന്ന് ഭക്ഷിച്ചിട്ടില്ലേ? യഹൂദൻ അന്യ വീട്ടിൽ നിന്ന് ഭക്ഷിക്കാൻ പാടുന്നു. അപ്പൊ വലിയ ആത്മരക്ഷ നടക്കുമ്പോൾ, അതിൽ ആനന്ദം കൊള്ളുമ്പോൾ പത്രോസിന്റെ നിസ്സഹായത ഓർത്തോണം. ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന നിസ്സഹായത ഒന്നുമില്ല. ഒരു വലിയ കുടുംബം, ഒരു വലിയ ഓഫീസർ, പട്ടാളക്കാരൻ കർത്താവിലേക്ക് തിരിഞ്ഞു. ആരും വിചാരിച്ചു? ഒറ്റ ദർശനം, ദൂതന്റെ ദർശനം കൊടുത്തു. അതനുസരിച്ച മനുഷ്യൻ പത്രോസിനെ വിളിച്ചു വരുത്തുക. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അതിന് ആവശ്യമുള്ള റെഫറൻസ് തരായ അപ്പോസ്തലൻ പത്രോസ് ഇത് ഇങ്ങനെ പറയുന്നത്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ, കർത്താവിന്റെ പ്രവൃത്തി ഇറങ്ങി വന്ന് വിശ്വസിച്ച് വലിയൊരു കൂട്ടം സ്നാനപ്പെട്ട് അന്യഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിച്ച് ആത്മാവരുടെ മേൽ ഇറങ്ങി വന്ന് അടയാളം കൊടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അയച്ച് ഇവരും ദൈവത്തിന്റെ വകയാണെന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നെ ആത്മാവിനാൽ മുദ്രയിട്ട് വേർതിരിച്ച് പോയ, സുവിശേഷം പ്രസംഗിക്കാൻ പോയ അപ്പോസ്തലൻ സ്നാനപ്പെടുത്തിയിട്ടാണ് തിരിച്ചു വരുന്നത്. നമുക്കൊക്കെ അത് സ്വപ്നങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ? അവരുടെ സുവിശേഷം അവരെ സ്നാനപ്പെടുത്തി തിരിച്ചു വരുന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. അങ്ങനെ വന്ന അപ്പോസ്തലനാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു. അതായത് നമ്മൾ ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ, അല്ലെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഇരിക്കുമ്പോൾ വലിയ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതായത് കൃത്യവിലോപം നടന്നാൽ, ഇറസ്പോൺസിബിൾ ആയാൽ, എന്തെങ്കിലും നമ്മൾ അശ്രദ്ധ കാണിച്ചാൽ, കെയർലെസ് ആയാൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയും. ഞാനൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടെ ഒരു ദിവസം ഒരു സംഭവം നടന്നു, അതിന് പിന്നെ എക്സ്പ്ലനേഷൻ ആയി. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതെന്തുകൊണ്ടാണ്, അത് കാണുന്നില്ല, അല്ലെ ഇതെന്താണ്, അപ്പൊ നമ്മളെ വിളിപ്പിക്കും, നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ഒരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഞാൻ അത് ആശ്ചര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ നടന്ന രക്ഷയ്ക്കും സ്നാനത്തിനും ആത്മാവിന്റെ സാന്നിധ്യത്തിനും അവർ അന്യഭാഷ സംസാരിച്ചതിനും അവരെ ദൈവം വേർതിരിച്ചതിനും ഇപ്പൊ അപ്പോസ്തലൻ നിന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ക്യാൻ യു ഇമാജിൻ? പ്രിയപ്പെട്ടവരെ, നമുക്ക് അതൊന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? സഹോദരരെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാതെ, ഞാൻ അവിടെ പോയി തിന്നുകുടിച്ചെന്ന് എന്നെ ആരോപിക്കാതെ, എന്നെ അയച്ച ദൈവമാണ്. അപ്പോഴത്തേക്ക് പിന്നെ കൂടെയുള്ള സഹോദരന്മാർ പിന്നെ പത്രോസിനെ സപ്പോർട്ട് ചെയ്യണം. ദൈവം ചെയ്ത പ്രവർത്തികൾ, അതിനെ ആ പ്രവൃത്തിയായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇടറുന്ന വ്യക്തികൾ, അപ്പോഴും ജാതിയും മതവും, അപ്പോഴും ഹൃദയത്തിൽ സ്പർദ്ധയും, അപ്പോഴും ഞങ്ങളുടേത് മാത്രമാണിതെന്നും മറ്റൊരാൾ അനുഭവിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്നവർ, മറ്റൊരാൾക്ക് ദൈവം നന്മ ചെയ്യുമ്പോൾ, മറ്റൊരു കുടുംബത്തെ ദൈവം രക്ഷയിലേക്ക് നയിക്കുമ്പോൾ, അതിന് ശുശ്രൂഷ പ്രയോജനപ്പെടുമ്പോൾ, ചിലർക്ക് വേണ്ടി കർത്താവ് ചിലരെ ഉപയോഗിക്കുമ്പോൾ, എല്ലാം നടക്കണം, സ്നാനപ്പെടണം, ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, അനേകം ദൈവസന്നിധി വരണം എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ വരുന്നവർക്ക് വേണ്ടി നാം സമയം കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത അവസ്ഥ. നമ്മളെല്ലാം ആഗ്രഹിക്കും വൻ കാര്യങ്ങൾ. പക്ഷെ ഒരു വൻ കാര്യം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നടന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാനല്ല അവിടെ സഹോദരന്മാരിരുന്നത്, പിന്നെയോ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യാനായിരുന്നത്. എന്തൊരു വേദന! പക്ഷെ അപ്പോസ്തലൻ പത്രോസ് തളർന്നു പോയില്ല. വേണേ അപ്പോസ്തലന് പറയാം, ദൈവം ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ ഇതിന് എക്സ്പ്ലനേഷൻ തരുന്നേ. അതെ, ഇറസ്പോൺസിബിൾ ആയവർക്കോ, ഡ്യൂട്ടിയിൽ കൃത്യനിഷ്ഠ പാലിക്കാതിരുന്നവർക്കോ, അശ്രദ്ധ കാണിച്ചവർക്കോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചവർക്കോ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പോലെ ഞാനിതിനെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുന്നേ. സ്വർഗത്തിൽ നിന്ന് ദൈവം എനിക്ക് ദർശനം തന്നു, കൊർന്നേലിയോസിന് സ്വർഗത്തിൽ ദർശനം കൊടുത്തു. അങ്ങനെ 2 സ്വർഗീയ ദർശകരുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും കൂട്ടുമുട്ടിയതും കൂട്ടായ്മ ആചരിച്ചു. അതിന്റെ അനന്തര ഫലമാണ് അവരുടെ രക്ഷ, അവരുടെ സ്നാനം. എനിക്ക് ഒരാളോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് പത്രോസിന് മടുത്ത് ദേഷ്യപ്പെടാമായിരുന്നു, പത്രോസിന് സങ്കടപ്പെടാമായിരുന്നു. പക്ഷെ പത്രോസിന് അറിയാം, ഈ ശുശ്രൂഷയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, ഒരു വശം ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമ്പോൾ, ആ വൻ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരോടും എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും, അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും, അവരോട് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അതിന്റെയൊക്കെ ബുദ്ധിമുട്ട് ശരിക്കും അത് അനുഭവിച്ചറിയിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ദൈവത്തിന്റെ വൻ പ്രവർത്തനം നമ്മൾ ഒരു വശം മാത്രം വായിക്കുമ്പോൾ നമ്മൾ എന്താ സന്തോഷം, എന്താ ആനന്ദം. പക്ഷെ നാം കാത്തിരുന്ന പല പ്രവൃത്തികളും വെളിപ്പെടുമ്പോൾ, നാം കാത്തിരുന്ന പല കാര്യങ്ങൾക്ക് ദൈവം നിവർത്തി വരുത്തുമ്പോൾ, നാം വിചാരിക്കരുത് നാം അപ്പോഴും അതേ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോഴും നമുക്ക് പലയിടത്തും വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരും. ഒരു കുറ്റക്കാരനെ പോലെ പത്രോസിനെ അവർ നിർത്തിയേക്കുക. ദൈവം എടുത്തുപയോഗിച്ച
ശ്രേഷ്ഠനായ അപ്പോസ്തലൻ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച അപ്പോസ്തലൻ വലിയൊരു കുടുംബത്തിന്റെ തീർന്നില്ല. അവരുടെ മൃദുപോൻ, അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആ ഓഫീസർ റാങ്കിലുള്ള അനേകം ഇവിടെ കാണും. അവരുടെ എല്ലാം രക്ഷയ്ക്ക് കാരണമായി ദൈവം ഉപയോഗിച്ച ശ്രേഷ്ഠനായ അപ്പോസ്തലൻ ഇപ്പം സ്വന്തം ജനത്തിന് നടുവിൽ വന്നു നിന്നിട്ട് എന്താ പറയുക, ഒരു കുറ്റവാളിയെ പോലെ നിന്ന് വിശദീകരണം കൊടുക്കേണ്ട അവസ്ഥ. ഒരുപക്ഷെ അതൊരു ഗതികേട് പോലെ നമുക്ക് അനുഭവപ്പെടും. പക്ഷെ സ്വർഗീയ ദർശനം പ്രാപിച്ചവന് അവിടെ നിൽക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. നമുക്കെയും ഓരോ പുതിയ ചുവടുവെപ്പുകൾ വെക്കുമ്പോൾ, നമുക്കെയും കർത്താവിന് വേണ്ടി, അതെ, ഒരു ശമരിയാക്കാരത്തിയോട് യേശു സംസാരിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് അസ്വസ്ഥതയായി. നീ ഒരു യഹൂദനല്ലേ, നീ എന്താ ഇങ്ങനെ, നീ എന്തിനാ ഇവളോട് ഇത്ര സംസാരിക്കണേ? നമ്മൾ യഹൂദന്മാർക്കല്ലേ തന്നെ ഈ ശമരിയാക്കാരുടെ സമ്പർക്കമില്ല. അവർക്ക് അവരുടെ നെറ്റി ചുളിഞ്ഞു, അവരുടെ മുഖം അസ്വസ്ഥമായി. പക്ഷേ യേശു അതിനെ കൈകാര്യം ചെയ്തു. ഒരു പുതിയ കാൽവപ്പാത്, യഹൂദനും ശമരിയനും തമ്മിലുള്ള ആ വലിയ വിള്ളലിനെ നീക്കുന്ന യേശുവിന്റെ കാൽവെപ്പ്, മശിഹായെ വെളിപ്പെടുത്തുന്ന കാൽവെപ്പ് കൂടെയുള്ളവർക്ക് അത്ര രസിച്ചില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേല ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. കർത്താവിന്റെ നാമം നിൽക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. പുതിയ ശുശ്രൂഷ മേഖലകളിൽ കാൽ വെക്കുന്നത്, അതെ, പുതിയ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നത്, കർത്താവ് നിയോഗിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും രസിക്കണമെന്നില്ല, എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. വിധിക്കുന്നവര് കാണും, സംസാരിക്കുന്നവര് കാണും. തന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർക്ക് ഒരു അസ്വസ്ഥതയാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ കൂടെയുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് ദൈവം തന്റെ പദ്ധതികളെ ഉപേക്ഷിക്കുന്നില്ല. ദൈവം തന്റെ ഭക്തന്മാരെ അത് ഉപയോഗിക്കാതിരിക്കുന്നില്ല. ആര് ഉൾക്കൊള്ളുന്നു? എക്സ്പ്ലനേഷൻ പത്രോസ് കൊടുത്തു. അതിലവർക്ക് ബോധ്യപ്പെടുമാർ ദൈവം അവിടെ പ്രവർത്തിച്ചു. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അനേക പ്രിയപ്പെട്ട രക്ഷയ്ക്കും സ്നാനത്തിനും വീണ്ടെടുപ്പിനും കാരണമായ ഒരു ഭക്തൻ നിന്നുകൊണ്ട് കുറ്റക്കാരനെ പോലെ അവരെ വിധിക്കുമ്പോൾ, അതെ, ദൈവസ്ഥന് വിശദീകരണം കൊടുക്കുകയാണ്, ഞാൻ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കർത്താവിന് വേണ്ടിയാണ് നിന്നത്. ഇന്നുപോലെ നമുക്ക് രാത്രി നമുക്ക് ധൈര്യപ്പെടാം. കർത്താവ് അയക്കുന്നിടത്ത് പോകുവാൻ, കർത്താവ് അയക്കുന്നവരോട് സംസാരിപ്പാൻ, കർത്താവ് പുതിയ കാൽവെപ്പുകൾ നമുക്ക് ഉണ്ടാവാൻ. അത് എത്ര പേർ നെറ്റി ചുളിയുമെന്നോ രസിക്കുന്നൊന്നും നോക്കാതെ, മറിച്ച് ദൈവിക നിയോഗത്തിനനുസരിച്ച് നാം ഓരോരുത്തരും നീങ്ങുന്നെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. ഞാനിത് പറയാൻ കാര്യം, ദൈവത്തിന് തന്റെ സ്വന്തം ജനം എന്ന പദവി യേശുക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് വരെ ഇസ്രായേലിന് മാത്രമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം നടന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞത്. സഭ ഉടലെടുത്തതിന് ശേഷം പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും യഹൂദന്മാരുടെ മനോഭാവമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ അന്നത്തെ ചിന്തിക്കാൻ പറ്റുമോ? ശമരിയക്കാരത്തോട് മിണ്ടിയ കാലവും അതിനു മുമ്പുള്ള യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? എന്തൊരു വലിയ നടിച്ചുവറായിരുന്നു. അതുകൊണ്ട് എഫെസ്യർ പറയുന്ന നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് പറയുന്നു. നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് യഹൂദനല്ലാത്ത ഒരാളിലേക്ക്. അപ്പൊ അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകി തരുന്നതിന് മുമ്പ് വരെ, ആ വലിയ മർമ്മം വെളിപ്പെടുന്നതിന് മുമ്പ് വരെ, അത് യഹൂദനും യവനനും കൂടെ ദൈവം കരുതിയിരിക്കുന്നതാണ്. അത് ജാതികളിലേക്കും, അതായത് ഇസ്രായേൽ അല്ലാത്ത മറ്റു രാജ്യങ്ങളിലേക്കും ഈ രക്ഷ നീളുകയാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നുള്ള ആ വെളിപ്പാടും ആ വെളിപ്പെടുത്തലും, ക്രിസ്തു ദൈവിക മർമ്മം നമുക്ക് വെളിപ്പെടുന്നത് വരെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം എന്നുള്ളത് പത്രോസ് ഒരിക്കലും പറയത്തില്ല, പൗലോസ് ഒരിക്കലും പറയത്തില്ല. അവരെല്ലാം അവരെ പറഞ്ഞിരുന്ന, അവർക്ക് മാത്രം അവകാശമായി അവർ മുറുകെ പിടിച്ചിരുന്ന ഈ നാമങ്ങൾ, ഈ പദവികൾ രക്ഷിക്കപ്പെട്ട എല്ലാവരിലേക്കും അത് എത്തിച്ചേരുന്നു എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവർ പറഞ്ഞു, നമ്മളെല്ലാവരും ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ. ഇത് അവരെ മാത്രം വിശേഷിപ്പിക്കുന്ന പദങ്ങളായിരുന്നു. പക്ഷെ ഒരു യഹൂദനെ കൊണ്ട് തന്നെ ദൈവം പറയിച്ചു. ഒരു യഹൂദനായ വിശ്വാസിയായ പത്രോസിനെ കൊണ്ട്, അപ്പോസ്തലനായ ശിഷ്യനായ പത്രോസിനെ കൊണ്ട്, പൗലോസിനെ കൊണ്ട്, അവരെ കൊണ്ട് പറയിച്ചു. കാരണം ദൈവം ഒരു മനുഷ്യനുള്ള രൂപാന്തരം വരുത്തിയാൽ അവന്റെ ആദ്യത്തെ സ്ഥിതി പോലെ ആകത്തില്ല പിന്നീട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുൻവിധികൾ ഉള്ളവരാ. നാം പലപ്പോഴും പലരും നെറ്റി ചുളിക്കുന്നവരാ. പല ശുശ്രൂഷകളെയും കണ്ടിട്ട്, പല ഇടപെടലുകളെയും കണ്ടിട്ട്, പലരും കണ്ടിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നാം അതിനെ വിധിക്കുന്നവരാ. പക്ഷെ എന്നും അങ്ങനെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കതിനൊരു മാറ്റം ആവശ്യമാണ്. അതെ, പത്രോസ് നെറ്റി ചുളിച്ചിരുന്നു, പൗലോസിന് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു, ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ശമരിയക്കാരുടെ അടുത്ത് സമ്പർക്കങ്ങളോട് ചിന്തിക്കാം. പക്ഷെ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാകുന്നു അവരെവിടേക്ക് പോകുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യഹൂദയിലേക്ക് മാത്രമല്ല ശമരിയിലേക്കും ലോകത്തിന്റെ അറ്റത്തോളം പറഞ്ഞപ്പോഴത്തേക്ക് അവരെവിടേക്ക് പോവുകയാണ്? ശമരിയിലേക്കും ലോകത്തിന്റെ അറ്റത്തോളം പോയി.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയോസിന്റെ അടുത്തേക്ക് അയക്കാൻ പോകുമ്പോൾ പറയുന്നത്, ഞാൻ ഈ ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത്, അയ്യോ ഞാൻ ഇപ്പോൾ വാസ്തവമായി ഗ്രഹിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്ന ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു കാര്യം അറിയുമ്പോൾ, ഇന്ന് രാത്രി, ഇന്ന് പകൽ, നാളെ പകൽ ഒരു കാര്യം അറിയുമ്പോൾ നമ്മളെ തിരുത്താൻ നാം തയ്യാറാകണം. അതായിരുന്നു അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതും ഉണ്ടായിരുന്നു. പക്ഷെ നാൾക്ക് നാൾ മുന്നോട്ട് പോയപ്പോൾ, ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ, അതെ, ക്രിസ്തു ഉള്ളിൽ വസിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ, ആത്മാവിനാൽ നയിക്കപ്പെട്ടപ്പോൾ, അവരുടെ സ്വഭാവവും ജീവിതവും അവരുടെ അവർ വരച്ച വട്ടത്തിന് അപ്പുറമായിട്ടുള്ള ദൈവപ്രവൃത്തിക്ക് അപ്പുറത്തേക്ക് അവർക്ക് നടന്നെടുക്കാൻ കഴിയും. നമുക്കും അതുപോലെ കഴിയുമ്പോഴാണ്, ഇന്നലകളിൽ നാം ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരിക്കാം, ഇന്നലകൾ നമ്മുടെ വാക്കുകൾ ശരിയല്ലായിരിക്കാം, ഇന്നലകൾ നാം പലതും തെറ്റായി കണ്ടവരും, ശരിയെ തെറ്റായി കണ്ടവരും, ദൈവം ചെയ്യുന്നതിനെ യഥാർത്ഥമായി ഉൾക്കൊള്ളാൻ കഴിയാത്തവരുമായിരിക്കാം. പക്ഷെ അത് ഇന്നലത്തെ കാര്യം. എന്നാൽ ദൈവം സംസാരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നതിനും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾക്കും ശുശ്രൂഷകൾക്കും ആ നിയോഗങ്ങൾക്കും അനുസരിച്ച് നാം മാറ്റം വരുത്തണം. നാം ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം. ക്രിസ്തുവിന് എല്ലാ ശിഷ്യന്മാരുടെ സമ്മതം ചോദിച്ചിട്ട് ശബരിയാക്കത്തോട് മിണ്ടാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം എന്നെ സമ്മതിക്കാവോ, ഞാനിപ്പോ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവാ. അങ്ങനെ കർത്താവിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പത്രോസിനെ യെരുശലേം കൗൺസിൽ അറിയിച്ചിട്ട് അവിടേക്ക് പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. പ്രിയരെ, കർത്താവ് ഏൽപ്പിച്ച നിയോഗങ്ങൾക്കായി നമുക്ക് മുന്നേറിയേ പറ്റത്തുള്ളൂ. അതിനെ ഉൾക്കൊള്ളുവാനും അതിന് കൈത്താങ് കൊടുക്കാൻ കഴിയുന്നവർ ശ്രേഷ്ഠന്മാരാ. അവരെ ശുശ്രൂഷിക്കുന്നവർ, ഹൃദയം തണുപ്പിക്കുന്നവർ, അവരെ ദൈവം മറക്കത്തില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതെല്ലാം തെറ്റാണെന്നും, നമുക്കറിയാത്തതെല്ലാം തെറ്റാണെന്നും, നമ്മൾ ചെയ്യാത്തതെല്ലാം തെറ്റാണെന്നും, ഇതൊന്നും എന്ന് പറയുന്ന ആ മനോഭാവത്തിൽ നിന്ന് യഥാർത്ഥമായി ക്രിസ്തു അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ഭൂതന്റെ എല്ലാത്തരത്തേക്ക് കാലുകളെടുത്ത് വെച്ചിട്ടാണ് തുടർന്ന് അപ്പോസ്തലനായ പത്രോസിനോട് പറയുന്നത്, നീ കൊർന്നേലിയോസിന്റെ അടുത്തേക്ക് പോകാം. ഇപ്പോഴും ഞാൻ പറഞ്ഞിടത്തല്ല ഞാൻ വന്നു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ വന്നത് ഇതാണ്. എന്നാൽ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, ക്രിസ്തു എന്ന ദൈവിക മർമ്മം വെളിപ്പെടുന്നതിന് മുമ്പ്, ഇസ്രായേൽ എന്നൊരൊറ്റ ജനത്തിനു മാത്രമേ ഈ പദവിയുള്ളൂ. സ്വന്തം ജനം, തെരഞ്ഞെടുക്കുന്ന ജാതി, രാജ്യ വിരോധ വർഗം, വിശുദ്ധ വംശം. അങ്ങനെയുള്ള ജനത്തോട് ഞാൻ എന്തിനു പറഞ്ഞൊന്നും എനിക്കത് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ മനസ്സറിഞ്ഞിരിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി എത്ര വേണേലും ഇറങ്ങി വന്ന് നമ്മളെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം. പിന്മാറ്റത്തിൽ പോയ, അല്ലെങ്കിൽ ദൈവത്തോട് മറുതലിക്കുന്ന, മത്സരിക്കുന്ന, ദൈവപ്രവൃത്തികളെ എത്ര അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ആ ജനം, തന്റെ ജനമായതുകൊണ്ട്, തന്റെ സ്വന്തം ജനമായതുകൊണ്ട്, ആ ജനത്തിന്റെ ആ സ്ഥാനം നിലനിൽക്കുന്ന ഒരു കാലം വരെ ദൈവം അവരെ തന്നോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. അതിനുവേണ്ടി ദൈവപ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, അവരെ ശാസിച്ചു, അവരെ ശിക്ഷിച്ചു, അവരെ എന്താ പറയണ്ടേ, ശിക്ഷണവും കൊടുത്തു, അവരെ ശിക്ഷയും കൊടുത്തു, പണിഷ്മെന്റും കൊടുത്തു, ഡിസിപ്ലിനും കൊടുത്തു. പണിഷ്മെന്റിന്റെ അതിന്റെ തെളിവാണ് അവരെ പ്രവാസികളായി അയക്കുന്നത്. ഡിസിപ്ലിൻ ചെയ്യേണ്ട സമയത്ത് പക്ഷേ ഇതൊക്കെയും ചെയ്യുമ്പോഴും അവർക്ക് ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കത്ത് വളരാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ദൈവം, ഞാൻ ഇത് പറയാനാ വന്നേ, കഴിഞ്ഞ ദിവസം ഒരു പേഴ്സണൽ ടോക്കിൽ ദൈവം തന്നൊരു ആലോചനയാണത്. അത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ കൊലോസ്യൻസിലേക്ക് തന്നെ വരാനാണ് ഇരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നൊരു വേദഭാഗമാണ് എഹെസ്കേൽ പുസ്തകം 37-ാം അധ്യായം. അതായത് അങ്ങനെയുള്ള ഒരു ഇസ്രായേൽ ജനത്തോട് ദൈവം യിരെമ്യാവിനെ കൊണ്ട്, എഹെസ്കേലിനെ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? നമുക്ക് എല്ലാം അറിയാം. നിങ്ങളത് നമ്മുടെ ചർച്ചയിൽ നിന്ന് ഒരു പക്ഷേ പ്രസംഗം നമ്മളധികം അങ്ങനെ ഭാഗങ്ങൾ അങ്ങോട്ട് പ്രസംഗിക്കാത്തതുകൊണ്ട് കേട്ടുക. പക്ഷെ ഒരുതപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വേദഭാഗമാണ്. പെന്തിക്കോസ്തിലെ ഏറ്റവും പ്രസിദ്ധമായ, അല്ലെങ്കിൽ ഏറ്റവും ഫെമിലിയർ ആയ പാസേജാണ് എഹെസ്കേൽ 37 എന്നുള്ള. ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒന്ന് പറയാൻ പരിശുദ്ധ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നുണ്ടാ. നമ്മൾ ഏത് സ്ഥാനത്ത് ആണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പം നമുക്ക് പ്രതീക്ഷ കൈവിടാം? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ദൈവം നമ്മളെ കൈവിടുന്ന, അല്ലെങ്കിൽ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ട ജനം അതിന് കഴിയാതെ പോയപ്പോൾ അവരെ ഇങ്ങനെ ജീവിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, കാരണം എന്തോ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തു എന്ന ദൈവിക മർമ്മം ആ പദ്ധതി വെളിപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാ. കാരണം ദൈവത്തിന് ആരേ ഉള്ളൂ സ്വന്തം ജനമായിട്ട്? ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ദൈവം വേറെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പൊ ഇസ്രായേലിനെ അവിടെയും വിശ്വസ്തന്മാരുണ്ട്, യഹൂദയിലും വിശ്വസ്തന്മാരുണ്ട്.
ആ വിശ്വസ്തന്മാരുടെ കൂടുതലുള്ള ദാനിയേലും ശദ്രക്കും മേശുക്കും ഒക്കെ വിശ്വസ്തനായ ദാവീദും രാജാക്കന്മാരുണ്ട്. എല്ലാവരും തെറ്റിപ്പോയെന്നല്ല, പക്ഷെ ഭൂരിഭാഗവും തെറ്റിപ്പോയപ്പോൾ ഏറ്റവും ഡെഡ് സിറ്റുവേഷനിൽ ദൈവം ഇങ്ങനെ സംസാരിച്ചെങ്കിൽ നമ്മുടെയൊക്കെ കർത്താവിന് വേണ്ടി നമ്മൾ അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും സേവിക്കുകയും അവന്റെ ജനം എന്ന പദവി കാത്തു നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നിർജീവത്വത്തിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് എന്തെങ്കിലും മടിയുണ്ടോ? ദൈവം ഞാൻ അത് പറയാനാ ഇത് പറഞ്ഞത്. പ്രവർത്തിക്കാതിരിക്കുമോ എന്നൊന്ന് അറിയണമെങ്കിൽ ഈ ഭാഗം ഒന്ന് വായിച്ചാൽ മതി. ഞാനത് ഇപ്പൊ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 37 അധ്യായം പ്രവാചകനെ കൊണ്ടു നിർത്തിക്കൊണ്ട് യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ അതിനെ പുറപ്പെടുവിച്ചു. ഞാൻ അതിന്റെ കണ്ടന്റ് ഞാനങ്ങ് പറയാം. അത് എടുത്തു പറയുന്നുണ്ട്. അത് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട് ഇസ്രായേലിനെ കുറിച്ചാ പറയുന്നത്, എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ തെറ്റായ ഒരു വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ 11 വാക്യത്തിൽ പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെ ആകുന്നു. നിങ്ങളത് പിന്നെ വായിച്ചാൽ മതി. എനിക്ക് എന്റെ പോർഷനിലേക്ക് കടക്കണമല്ലോ. ഞാൻ ആമുഖമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നതാണ്. ഇസ്രായേൽ ഗൃഹത്തോട് പറയുക, ഒരു ഉണങ്ങിയ അസ്ഥി എന്ന് അവിടെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നിട്ട് രണ്ടിന്റെ അവസ്ഥ, അവ ഏറ്റവും ഉണങ്ങിയും ഇരുന്നു. അത് ഒരു ദർശനമാണ്. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചെന്ന അല്ലെ, എസ്കേലിന് കൊടുക്കുന്ന ഒരു ദർശനമാ. ദൈവം ചോദിക്കുമോ, മനുഷ്യപുത്ര നീ പറ, ഈ അസ്ഥികൾ ജീവിക്കുമോ? എല്ലാം അവസാനിച്ചത്. ഇസ്രായേലിന്റെ അവസ്ഥ അത്രത്തോളമായി. ഒരു ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വര പോലെ, ഒരു ഉണങ്ങിയ അസ്ഥിക്കൂട്ടം പോലെ ഇസ്രായേൽ ആയിരിക്കുമ്പോൾ ദൈവം എസ്കേലിനോട് ചോദിക്കുക, നീ പറ, ഇവ ജീവിക്കുമോ? എസ്കേൽ എന്ത് പറയാനാ? എസ്കേൽ പറയുന്നത്, അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ നാം വിചാരിക്കും നമ്മുടെ നിർജീവത്വത്തിലും നമ്മുടെ ശൂന്യതയുടെ അവസ്ഥയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് നാം സംശയിക്കാൻ പാടില്ല. കാരണം തന്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേലിനെ വീണ്ടും ഒരു സൈന്യമാക്കി നിർത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം എസ്കേലിനോട് പറയുക. ദൈവത്തിന്റെ പണി എത്രമാത്രം ദൈവത്തിന് ഏതറ്റം വരെ ഇറങ്ങി വരുവാൻ കഴിയും. നിങ്ങൾ ഈ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഭാഗം വായിച്ചാൽ മതി, ഒന്ന് വായിച്ച് ധ്യാനിച്ചാൽ മതി. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട വേറൊരു ഭാഗമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മീറ്റിങ്ങിൽ നമ്മൾ ലേഡീസ് മീറ്റിങ്ങിൽ നമ്മൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശമനിയുടെ അവസ്ഥയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് മാറ്റം വരുത്തിയത്. ഒരിക്കലും സാധ്യമല്ലാത്ത ഈ രണ്ടു വചനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകൾ എന്റെ ഹൃദയത്തിൽ ചില വ്യക്തിപരമായ സംസാരങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ട് ദൈവത്തിന്റെ ആലോചനയാണ്. അത് ഈ കൂട്ടായ്മയിൽ ഞാൻ ആമുഖമായെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ശ്രേഷ്ഠമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനങ്ങളെ ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ആ വചനങ്ങളെയും ക്രിസ്തുവിനെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം, നമ്മൾ ആരെക്കുറിച്ചാ ധ്യാനിക്കുന്നേ, നമ്മൾ ഗ്രഹിക്കുന്ന ആരെക്കുറിച്ചാ, ഏത് പരിജ്ഞാനം കൊണ്ടാ ദൈവം നമ്മളെ നിറയ്ക്കുന്നറിയാമോ? നാം വിചാരിക്കുന്നതിൽ അപ്പുറമാ. നാം ക്രിസ്തുയേശുവിന്റെ കാര്യങ്ങൾക്കും അവന്റെ ഹിതത്തിനും അവന്റെ പദ്ധതികൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം അവൻ നമ്മളെ മറന്നു കളയുമെന്നല്ല. നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം അവനെ സ്നേഹിപ്പാനും സേവിപ്പാനും നാം വിട്ടുകൊടുക്കുമ്പോൾ, എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, അങ്ങനെ കൊടുക്കാത്തൊരു ജനം തന്റെ ജനമാണെന്നുള്ള ഒറ്റ കാരണത്താൽ വീണ്ടും അവരിലേക്ക് പ്രത്യാശ പകർന്ന് ഞാൻ അവരെ ഒരു സൈന്യമായി നിർത്താം, അവരെന്നെ അനുസരിച്ചാൽ മതി, അവരുടെ ത്വക്ക് വെപ്പിച്ച് മാംസവും ഞരമ്പും വെപ്പിച്ച് അതിലൂടെ രക്തം ഓടിപ്പിച്ച് അപ്പൊ ജീവശ്വാസം ഊതി അവരെ ഒരു സൈന്യമാക്കി നിർത്താൻ എനിക്ക് കഴിയും. ആകെ ഒറ്റ കാര്യം ചെയ്താൽ മതി, സകലത്തെയും നിർജീവത്വം ജീവിപ്പിക്കാനും പുതുതാക്കുവാനും ഇല്ലാത്തടത്ത് നോക്കി ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനും കഴിവുള്ള ജീവനുള്ള സർവശക്തനായ ദൈവത്തിൽ ആശ്രയിപ്പാൻ, അവനെ ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ സേവിപ്പാൻ കഴിഞ്ഞാൽ മതി. ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരകളും ജീവിക്കും. പക്ഷെ ഇസ്രായേലിന് അത് ഒരിക്കലും കഴിയത്തില്ല. പ്രിയരെ, ഇന്ന് രാത്രി നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ നമ്മളോട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്കതിന് കഴിയുമോ? ദൈവം ആരെന്ന്
ദൈവത്തിന് എന്ത് കഴിയുമെന്ന് തന്റെ പ്രവാചകനെ ബോധ്യപ്പെടുത്തുക. എസ്കേലിനോട് പറയുക, നീ അത് അറിയണം. ശമരിയുടെ പടിവാതിക്കൽ എലീശയോട് പറയുക, എലീശ വിളിച്ചു പറയുക, മക്കളെ പുഴുങ്ങി തിന്നൊരു നാടിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വേദപുസ്തകത്തിൽ? സഹോദരിമാർ അത് വായിച്ചിട്ടുണ്ട്. നമ്മളത് അല്ലാത്ത പ്രിയപ്പെട്ടവർ വായിച്ചിട്ടുണ്ടോ? അമ്മമാർ ക്ഷാമം വന്നപ്പോൾ ഇന്ന് നിന്റെ മകനെ കഴിക്കാം, നാളെ എന്റെ മകനെ കഴിക്കാന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മറ്റേ അമ്മ വാക്കുമാറി രാജാവിന്റെ അടുത്തേക്ക് വരുന്നു, പരാതി പറഞ്ഞു. രാജാവ് രട്ടിലായിരുന്നു. അതെ, വെണ്ണീർ രാജാവ് വസ്ത്രം വലിച്ചിട്ട് പറഞ്ഞു, ദൈവം രക്ഷിക്കുന്നില്ല, ആരും രക്ഷിക്കുന്നില്ല, എനിക്കും രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു വസ്ത്രം മേൽവസ്ത്രം വലിച്ചു കയറുമ്പോൾ അവർ കണ്ടു അകമേ പറ്റേ രട്ടുടുത്തിരിക്കുന്നു. രാജാവ് ഉപവാസത്തില. രാജാവ് പറഞ്ഞു, ചക്ക് ശൂന്യം, കളപ്പുരകൾ ശൂന്യം, ഞാൻ എവിടെ നിന്നും തന്ന് രക്ഷിക്കേണ്ടു? രാജാവ് കൈമലർത്തി. രാജാവിന്റെ കളപ്പുരകൾ ശൂന്യമായി. രക്ഷിക്കേണ്ടവർ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ അല്പസമയത്തേക്ക് മൗനം പാലിച്ചത് അവന്റെ സൈലൻസ്, അവന്റെ ആബ്സെൻസ് അല്ല, ദൈവത്തിന്റെ നിശബ്ദത, ദൈവത്തിന്റെ അസാന്നിധ്യമായി ആരും കാണരുത്. ദൈവം നമ്മുടെ വിഷയങ്ങളിൽ പാലിക്കുന്ന മൗനം, അത് നിശബ്ദത അവന്റെ അസാന്നിധ്യത്തിന്റെ ലക്ഷണമേ അല്ല. God's silence is not his absence. ദൈവം നിശബ്ദത പാലിക്കുന്നത് തന്റെ അസാന്നിധ്യത്തിന് തെളിവല്ല, മറിച്ച് അവനറിയാം ആ നിശബ്ദതയുടെ നടുവിൽ, സങ്കീർണമായ വിഷയങ്ങളുടെ നടുവിൽ, അതെ ഏറ്റവും സമ്മർദ്ദങ്ങളുടെ നടുവിൽ നാം എല്ലാം സംസാരിക്കുമ്പോൾ, നാം എല്ലാം നെടുവേർപ്പെടുമ്പോൾ, നാം ഒക്കെ വല്ലാതെ ഞെരങ്ങുമ്പോൾ ദൈവം നിശബ്ദത പാലിക്കുന്നെങ്കിൽ ഓർത്തോണം, നമുക്ക് സംസാരിക്കാൻ അവസരം തരിക. എങ്ങനെ സംസാരിക്കണം നാം തീരുമാനിച്ചോണം. ദൈവത്തിന്റെ നിശബ്ദത മനുഷ്യന് സംസാരിക്കാനുള്ള അവസരമാ, പക്ഷെ എങ്ങനെ സംസാരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും തീരുമാനിച്ചോണം. കാരണം അവന്റെ സൈലൻസ് കഴിഞ്ഞിട്ട് അവന്റെ പ്രസൻസ് വെളിപ്പെടുത്തും. നമ്മൾ അവൻ ആബ്സെന്റ് ആണെന്ന് കരുതിയെടുത്ത് അവന്റെ പ്രസൻസ് വെളിപ്പെടുത്തുമ്പോൾ നാം ലജ്ജിതരായി പോകരുത്, നാം കുറ്റബോധമുള്ളവരായി തല ഉനിക്കരുത്. ദൈവം യോബിന്റെ ജീവിതത്തിൽ നിശബ്ദത പാലിച്ചപ്പോൾ അതേ കൂട്ടുകാരെ ഒത്തിരി അങ്ങ് സംസാരിച്ചു, പക്ഷെ ദൈവത്തിന്റെ ആബ്സെൻസ് ആണ് അവർ കരുതി. പക്ഷെ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വെളിപ്പെട്ടപ്പോൾ യോബിന്റെ തലയല്ല കുനിഞ്ഞത്, വ്യർത്ഥ പൊട്ട വൈദ്യന്മാരായ വ്യർത്ഥ ആശ്വാസന്മാരുടെ തല കുനിഞ്ഞു. പ്രിയരെ, ശമര്യയുടെ അടിവാതുക്കൽ, ശമര്യ ദേശത്ത് കഠിന കൊടിയ ക്ഷാമം, ക്രൂരമായ പ്രവൃത്തികൾ ഉണ്ടാവാൻ കാരണമായപ്പോൾ ദൈവം അതേ ആബ്സെന്റ് അല്ലായിരുന്നു, ദൈവം സൈലന്റ് ആയിരുന്നു. പക്ഷെ അവന്റെ സൈലൻസിനെ, നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട്, ഭേദിച്ചുകൊണ്ട് പ്രവാചകന്റെ ശബ്ദം ഉയർന്നു. അതെ, എല്ലാം രാജാവ് കൈമലർത്തി. എല്ലാവരും നിസ്സഹായരായപ്പോൾ എല്ലാവരും വിചാരിച്ചു ദൈവം കൈവിട്ടെന്ന്. പക്ഷെ ഒരരുളപ്പാടുണ്ടായി, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശെക്കേലിന് ഒരു സെയാ ഗോതമ്പും ഒരു സെയാ യവവും വിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഞെട്ടിപ്പോയി. കഴുത തലയ്ക്കും പ്രാക്കാഷ്ടത്തിനും വിലയേറി മക്കളെ പുഴുകിത്തിനത്തക്ക രീതിയിലുള്ള ക്ഷാമമുണ്ടായ നാട്ടിൽ എവിടെ നിന്ന് യവം, എവിടെ നിന്ന് ഗോതമ്പ്? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സേവിക്കുന്നവൻ സ്രോതസ്സല്ല അന്വേഷിക്കുന്നേ, ദൈവത്തെ അന്വേഷിക്കുന്നേ. കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നവൻ അവൻ എവിടെ നിന്ന് വരുമെന്നല്ല അന്വേഷിക്കുന്നേ, അവന്റെ മുഖം അന്വേഷിക്കുന്നവന് സ്രോതസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുന്നവനും സ്നേഹിക്കുന്നവനും അവന് മാർഗങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് വഴികളെ തുറക്കേണ്ടത്. എന്നാൽ ഇന്ന് ദൈവമക്കൾക്ക് വരുന്ന പരാജയം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്ന് ദൈവമക്കൾക്ക് അവരവരുടെ മാർഗങ്ങളെ അന്വേഷിക്കുന്നു, അവരെല്ലാം നേടാൻ ശ്രമിക്കുന്നു, അവർ വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു, സ്രോതസ് അവർ കുഴിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ അധ്വാനം മുഴുവനും അവർ അതിനായി ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ അല്പം പോലും ശേഷി അവർക്കില്ല. ദൈവത്തെ സേവിക്കാനുള്ള, ദൈവത്തെ സ്നേഹിക്കാനുള്ള ശേഷിയും കൂടെ എടുത്ത് ഉപജീവനത്തിന് ചെലവഴിക്കുന്നതുകൊണ്ട്, സ്വന്തമായി ജീവിക്കുവാൻ സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള ശേഷിയില്ലാതെ പോകുന്നു. എന്നാൽ ഒരു കാര്യം കേട്ടോ, എത്ര ബലഹീനനായിരുന്നാലും, അത് ശരീരത്തിലോ മനസ്സിലോ സമ്പത്തിലോ ജീവിതത്തിലോ ബന്ധങ്ങളിലോ എന്തുമായിക്കോട്ടെ, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുകയും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ അവന്റെ ജീവിതത്തിൽ അവനല്ല, അവനുള്ള വഴികളെ മാർഗങ്ങളെയും കൊണ്ടുവരുന്നേ സ്വർഗത്തിലെ ദൈവമാണ്. രാജാവ് കൈമലർത്തി. രാജാവ് ഒരു രാജ്യത്തെ ഉപേക്ഷിച്ചാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, രക്ഷിക്കാൻ പിന്നെ ആരെങ്കിലും ഉണ്ടോ?
ഒരു ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിൽ നിന്ന് ഇനി ആർക്കെങ്കിലും എന്തേലും പ്രതീക്ഷിപ്പാനുണ്ടോ? മരണം കഴിഞ്ഞ് ശരീരം അഴുകിക്കഴിഞ്ഞ് അവസാനം ശേഷിക്കുന്ന അസ്ഥികൾ അത് ഉണങ്ങുകയും കഴിഞ്ഞു. അതിന്റെ അർത്ഥം മനസ്സിലായോ? ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടുവാൻ നമുക്ക് ഒരു സാഹചര്യവും ദൈവം അനുവദിക്കുന്നില്ല. കാരണം ദൈവം നമുക്ക് കർത്താവായി, ദൈവമായി, ഉത്തരവാദിയായി, പിതാവായി ഉള്ളിടത്തോളം കാലം തന്റെ ജനത്തിനു ഒരു കാര്യത്തിലും പ്രതീക്ഷ കൈവിടുന്ന കാര്യമില്ല. കാരണം ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുവാനും ശമരിയുടെ അവസ്ഥയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് മാറ്റം വരുത്തി പിറ്റേന്നാൾ പറഞ്ഞ പോലെ നിസ്സാരമായ വിലയ്ക്ക് അവർക്ക് വേണ്ട ഭക്ഷണ ധാന്യങ്ങളോടെ വിൽക്കുവാൻ ദൈവമിടയാക്കി. ആത്മാർത്ഥമായി വിളിച്ചു പറയട്ടെ, God's silence is not his absence. ദൈവം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്ന മൗനം അതവന്റെ അസാന്നിധ്യമല്ല, മറിച്ച് അവൻ മൗനമായിരിക്കുന്നത് നമുക്ക് സംസാരിക്കാൻ അവസരം തരിക. നാം പറയുന്നത് കേൾക്കാൻ അവൻ കാതുകൂർപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ളത് പുറത്തു വരാനുള്ള സമയമാത്. നാം എന്ത് നിരൂപിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ അവനെ കുറിച്ച് വിലയിരുത്തുന്നു, ഇന്നലകളെ പ്രവൃത്തികളെ എങ്ങനെ ധ്യാനിക്കുന്നു, നാം അവന്റെ പ്രവൃത്തികളെയാണോ അധികം ഓർക്കുന്നത്, അതോ ഇന്നത്തെ പ്രശ്നമാണോ അവൻ അറിയണം. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് അവനോടുള്ള നന്ദിയാണോ, അതോ അവൻ ചെയ്യാത്ത കാര്യങ്ങളുടെ പിറുപിറുപ്പാണോ എന്നറിയണം. അവന്റെ ആബ്സെൻസ് വളരെ ശ്രദ്ധയോടെ അവന്റെ സൈലൻസ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കർത്താവിന്റെ മൗന കാലഘട്ടം, നിശബ്ദ പീരീഡ്, നമ്മളോടുള്ള ചില വിഷയങ്ങൾ നാം വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം അല്പനേരത്തേക്ക് അവൻ സൈലൻസ് ആവത്തോ, അത് കഴിഞ്ഞവൻ പൂർണ്ണമായി അവന്റെ പ്രവൃത്തി വിഷയത്തിൽ വെളിപ്പെടുത്തും. എല്ലാവരും ലജ്ജിച്ചു പോകുമാറ് ദൈവം ശമരിയയിൽ പ്രവർത്തിച്ചു. പക്ഷേ പ്രവാചകൻ ലജ്ജിച്ചു പോയില്ല. പ്രവാചകൻ ക്ഷാമത്തിലൂടെ കടന്നുപോയ മനുഷ്യനാ. പക്ഷേ ദൈവം സൈലന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ സൈലന്റ് ആയിട്ടിരുന്നു. ദൈവം സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സംസാരിച്ചു. കാരണം തനിക്ക് യവവും കോതമ്പും കൊണ്ട് ആ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അത്ഭുതകരമായി കൊട്ടാരത്തിൽ നിന്ന് ഒരു പടയാളിയോ തേരാളിയോ പടയോ സൈന്യമോ കുതിരയോ രാജാവോ സൈന്യാധിപന്മാരോ ഒന്നും ഇറങ്ങാതെ നാളുകളായി അരാം പട്ടാളം വളഞ്ഞ ഇസ്രായേലിനെ വാടകൊരി എന്ന് പറഞ്ഞാൽ കിടങ്ങ് കുഴിച്ച് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, അകത്ത് ജീവിക്കാനും പറ്റാത്ത അവസ്ഥ വരുത്തി. പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, കിടങ്ങ് കുഴിച്ചേക്കോ, അകത്ത് ജീവിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നു. ഇനി കീഴ്പ്പെടുകയുള്ള നിവർത്തി, അടിമകളാകുകയുള്ള നിവർത്തി. ആ അവസ്ഥ വന്നപ്പോൾ എല്ലാരും കരുതി ദൈവം മറന്നു കളഞ്ഞത്. ഞാനിത് രാത്രി വിളിച്ചു പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് ചോദിച്ചു. രാജാവ് പറയുകയാണ്, ഞാൻ രട്ടെടുത്തു, ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ പ്രവാചകനിൽ വിശ്വസിച്ചു, ദൈവം പ്രവർത്തിക്കുമെന്ന് കരുതി. പക്ഷെ സമയങ്ങൾ കഴിഞ്ഞുപോയി, കാലങ്ങൾ കഴിഞ്ഞുപോയി, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വാർത്ത കേട്ടുപോയി. അടുത്ത പ്രസ്താവന ഇറങ്ങി. ദൈവത്തിന്റെ സൈലൻസ് പീരീഡിൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട രാജാവ് പറഞ്ഞു, ഞാൻ ഇനിയും യഹോവയ്ക്കായി കാത്തിരിക്കുന്നതെന്ന്. അത് പറഞ്ഞു തീരുകയും ദൈവം തന്റെ മൗനം ഭജിച്ചു. ദൈവത്തിന്റെ ദൂതിറങ്ങി വന്നു. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ദൈവത്തിലേക്ക് അടുത്തു വരുമ്പോൾ നാം നമ്മെ തന്നെ പരിശോധന കഴിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് അടുത്ത് വന്ന് വചനങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും കർത്താവിന്റെ കരങ്ങളിൽ ഒരു ശക്തിയേറിയ ആയുധമായി തീരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. തെറ്റിദ്ധാരണകളുടെ ഒരു ജീവിതം നമുക്ക് നയിക്കല്ലേ, മുൻവിധികളുടെ ജീവിതം നമ്മൾ നയിക്കല്ലേ, പിറുപിറുപ്പിന്റെ ജീവിതം നമ്മൾ നയിക്കരുതേ, നമുക്ക് മനസ്സിലാകാത്ത എല്ലാത്തിനെയും വിധിക്കുന്ന ജീവിതം നമ്മൾ നയിക്കല്ലേ. നമ്മുടെ മുൻപിൽ ദൈവം മൗനം പാലിച്ചതുകൊണ്ട് അവന്റെ സാന്നിധ്യമില്ല എന്ന് നാം തെറ്റിദ്ധരിക്കല്ലേ. ഇതുവരെ മിണ്ടിയില്ലെന്നോർത്ത് നാളെ മിണ്ടത്തില്ല തെറ്റിദ്ധരിക്കല്ലേ. ഇതുവരെ പ്രവർത്തിച്ചില്ലെന്നോർത്ത് നാളെ പ്രവർത്തിക്കത്തില്ല തെറ്റിദ്ധരിക്കല്ലേ. കാരണം പിന്മാറിപ്പോയ ജനം തന്റെ സ്വന്തം ജനങ്ങൾ ഒറ്റ കാരണം അടുത്ത പദ്ധതി വെളിപ്പെടുന്നത് വരെ, അടുത്ത ആളെ എഴുന്നേൽപ്പിക്കുന്നത് വരെ, നമ്മളെ കാണുന്നത് വരെ നമ്മളെ കണ്ടിരിക്കുക മുൻനിർണയത്തിൽ പുത്രനെ ഒരുക്കിയിരിക്കുക. അതെ, നമ്മൾ കഴിഞ്ഞ ചിന്തിച്ച പോലെ ഒരു കണ്ണിനും കാണാത്ത, ഒരു ചെവിക്കും കേൾക്കാത്ത, ഒരു ഹൃദയത്തിന് തോന്നാത്ത ദൈവിക മർമ്മം, ദൈവിക പദ്ധതിയോട് ഒരുക്കി വെച്ചേക്കുക. അത് വെളിപ്പെടുന്നത് വരെ ദൈവം തന്റെ ജനത്തെ തന്നോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. അവരോട് പറഞ്ഞു, ഇതിക്കുള്ളിൽ ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ?
ഇതിക്കുള്ള എന്ത് ഡെഡ്നെസ്സാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ഇങ്ങനെയുള്ളിടത്തു നിന്ന് ജീവിപ്പിക്കാൻ ഞാൻ ശക്തനാണ്, ഒരു സൈന്യമാക്കാൻ ശക്തനാണ്. പക്ഷെ അവർക്ക് എന്തിനു കഴിയുന്നില്ലെന്നറിയാവോ? അവർക്ക് ദൈവത്തെ സൈന്യങ്ങളുടെ യഹോവയായി കണ്ട് ആ ദൈവത്തിന്റെ അധികാരത്തിനും പരമാധികാരത്തിനും സ്നേഹത്തിനും ആ കർത്തൃത്വത്തിനും കീഴ്പ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ അങ്ങനെ അല്ലല്ലോ നമ്മുടെ പ്രത്യേകത. നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച നമുക്ക് 100% കർത്തൃത്വത്തിന് കീഴ്പ്പെടാൻ നമ്മൾ മനസ്സുണ്ടെങ്കിൽ പിന്നെ നാം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? കർത്താവ് ചോദിച്ചാൽ നമ്മൾ ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയണം, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഈ പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ? ഈ പ്രായത്തിൽ നിങ്ങൾ ഇത് സംഭവിക്കുമോ? ഇത്രയും നിങ്ങൾ തരിപ്പണമായിരിക്കുമ്പോൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ഇത്രയും എല്ലാം തീർന്നെന്ന് പറയുന്നിടത്ത് ഒരു ഉണങ്ങിയ അസ്ഥി പോലെ ഇരിക്കുന്ന നിന്റെ ശരീരത്തിൽ ഇനി ഒരു ജീവൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവസഭ ഒറ്റസ്വരത്തിൽ പറയണം, ദൈവത്തിന് സകലതും സാധ്യം, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ശമരിയുടെ അവസ്ഥയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് മാറ്റം വരുത്തി എന്റെ ദൈവത്തിന്. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ച ഒരു സൈന്യമായി നിർത്തുവാൻ പദ്ധതിയിട്ട എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന ഉറച്ച വിശ്വാസത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാവൂ, ദൈവത്തെ സമീപിക്കാവൂ. ആ വിശ്വാസം എന്നും മരണം വരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. എന്തിനു പറയുന്നു? തീച്ചൂളിലേക്ക് എറിയപ്പെട്ട ആ ബാലന്മാർ ആ വിശ്വാസം കൈവിട്ടിട്ടല്ല പോയത്. മരണം അത് രണ്ടാമത്തെ മരണമല്ല ഒരു വിഷയം. കാരണം വെച്ചാൽ മരിക്കാൻ തയ്യാറായി അവർ തീച്ചൂളിലേക്ക് എറിയപ്പെടുമ്പോൾ, സിംഹത്തിന്റെ വായിലേക്ക് എറിയപ്പെടുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിന് ഒരു മാറ്റവും വരുത്താത്ത ഭക്തന്മാർ. നാം നമ്മുടെ വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നാം ചിന്തിച്ച് നിർത്തുന്നത് ഇങ്ങനെയാണ്: മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പ്രിയരെ, ഞാനതിങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് പറഞ്ഞാണ് ഞാൻ മെസ്സേജ് നിർത്തിയത്. എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തു നിങ്ങൾക്ക് തരുന്ന അഷ്വറൻസ് എന്തുവാ? ദിസ് ഗീവ്സ് യു അഷ്വറൻസ് ഓഫ് ഷെയറിംഗ് ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വം നമുക്കും പങ്കിടാം. അവന് ലഭിച്ച അതേ തേജസ് നമുക്കും ലഭിക്കുമെന്നുള്ള അഷ്വറൻസ് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് ചിന്തിക്കുക. എന്താ നിങ്ങൾക്ക് ക്രിസ്തു തരുന്ന അഷ്വറൻസ്? ക്രിസ്തുവിന് ലഭിച്ച അതേ തേജസ്, അതേ മഹത്വം നിങ്ങൾക്കും ലഭിക്കും. നിങ്ങൾക്ക് അതിന്റെ അഷ്വറൻസ് ക്രിസ്തുവിന്റെ അധിവാസ നിമിത്തം ലഭിക്കുന്നു. ഇത് പറഞ്ഞാണ് നമ്മള് നിർത്തിയത്. ഞാനപ്പോ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ 2 ഭാഗം പ്രധാനമായിട്ടും റോമാലേഖനത്തിന് ഒരു വാക്യം, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദം, അത് പറയാനുള്ള സമയം ഇനി എന്റെ മുമ്പിലുള്ളൂ. ആ ഭാഗം ഒന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് റോമാലേഖനം ക്രിസ്തു വസിക്കുന്നു എന്നുള്ളത് നമ്മൾ കർത്താദാസ് നമ്മളെ പലപ്പോഴും അത് വളരെ ശക്തമായി പഠിപ്പിച്ചിട്ടുള്ള ഭാഗമാണ്. 8-ാം അധ്യായം റോമർ 8-ന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞതാണ് ഞാൻ ആ ഭാഗം അടുത്ത ആഴ്ച ഒന്ന് പറയാമെന്ന്. അല്ലെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അടുത്ത പോർഷനിലേക്ക് പോകാമായിരുന്നു. ഞാൻ പറഞ്ഞതാണ് ക്രിസ്തു ഉണ്ടെങ്കിലോ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വേദഭാഗം ഉണ്ടെന്ന് അത് നമുക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, നമ്മളത് മുമ്പേ ചിന്തിച്ചത് അഷ്വറൻസ് ഓഫ് ഗ്ലോറി അല്ലേ? ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതെന്ന് പറയുന്നത് മാത്രമല്ല കേട്ടോ അതിന്റെ അടയാളം. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ എന്ത് പ്രത്യാശ കാണണം, എന്ത് ഉറപ്പ് കാണണം? ക്രിസ്തു മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റ് പ്രാപിച്ച അതേ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ഞാനും പങ്കാളിയാകും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ക്രിസ്തു വസിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ വാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉറപ്പാത്. നമ്മൾ പറഞ്ഞില്ലേ, ക്രിസ്തു നിമിത്തം നമുക്കുണ്ടായ നിരപ്പിന്റെ അനന്തര ഫലങ്ങൾ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തു അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ക്രിസ്തു മധ്യസ്ഥനായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനി ക്രിസ്തു വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ഉറപ്പ് എന്താണെന്ന് നമ്മളിപ്പോ ചിന്തിച്ചേ. ആ വ്യക്തിയുടെ അഷ്വറൻസ് ആണ് ഞാനും ആ മഹത്വത്തിന്റെ കൂട്ടവകാശി ആകും, ആ ഗ്ലോറി ഷെയർ ചെയ്യും. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ്
നീതി നിമിത്തം ജീവനാകുന്നു. അതായത് ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കാത്ത വ്യക്തി ക്രിസ്തുവിന്റെ വകയല്ല. പാപനിമിത്തം ശരീരം മരണവിധേയമാണെങ്കിലും നിങ്ങൾ ക്രിസ്തു നിവസിക്കുന്നതിനാൽ ലഭിച്ചിരിക്കുന്ന നീതി നിമിത്തം നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കും. ഈ പറഞ്ഞ വാക്ക് വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്ന വാക്യമാണ്. എന്നാലും ചില സമയത്ത് അതിനകത്ത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകാൻ, ഇച്ചിരി സിമ്പിൾ വേഴ്സിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വെച്ചാൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ എന്ന് വെച്ചാൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ശരീരം പാപനിമിത്തം മരണവിധേയമാണ്. ശരീരം മരണവിധേയം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മർത്യമാണ്, ക്ഷയമുള്ളതാണ്, ഇത് മണ്ണിനോട് ചേരേണ്ടതാണ്. ആണെങ്കിലും അപ്പൊ ചോദ്യം, പിന്നെ ക്രിസ്തു വസിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെ മരണവിധേയമാക്കിയിട്ട് ക്രിസ്തു വസിക്കുന്നതിന്റെ പ്രയോജനം എന്തുവാ? കാരണം ക്രിസ്തുവിന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റു, അതുപോലത്തെ പങ്കാളിത്തം ഞങ്ങൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നാം ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ വരുന്നത്. നാം എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. പക്ഷെ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശരീരം മരണവിധേയമാണ്. ആണെങ്കിലും പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നതിനാൽ ലഭിച്ചിരിക്കുന്ന നീതി നിമിത്തം, നാം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തോളം നിരപ്പ് നിമിത്തം നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കും. നിങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് പറയുകയാണ്. അപ്പൊ നമ്മുടെ പ്രസന്റ് സ്റ്റാറ്റസ് എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ടെന്ന് നമ്മൾ പറയുന്നേ? അഷുറൻസ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ ആ പ്രത്യാശയുടെ നിശ്ചയം, ഉറപ്പ് നമുക്കുണ്ട്. എന്നിട്ട് പറയുകയാണ് അതെങ്ങനെയാ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? ക്രിസ്തു നിമിത്തം നിങ്ങൾക്ക് ദൈവത്തോട് നിരപ്പുണ്ടായില്ലേ? അങ്ങനെ ക്രിസ്തു ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേകത? നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായി തീർന്നിരിക്കും. പക്ഷെ ശരീരം അത് മരണവിധേയമാണെങ്കിലും, അങ്ങനെ പറയാൻ കാര്യം ശരീരം അത് മർത്യമാണെങ്കിലും പാപനിമിത്തമാണത്. അതിന് മർത്യത വന്നു, അതിന് ക്ഷയം വന്നു, അതിന് വാട്ടം വന്നു, അതിന് മാലിന്യം വന്നു, അതിന് കോട്ടം വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ട് പറയാണ്, പക്ഷേ യഥാർത്ഥമായ കാതലായ നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കുന്നു, ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു. അതായത് ക്രിസ്തു നിങ്ങളെ ദൈവത്തോട് നിരപ്പിച്ച് നീതി തന്നത് നിമിത്തം നിങ്ങളുടെ ആത്മാവ് ജീവനുള്ളതായിരിക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയണം. അടുത്ത നമുക്കറിയാം, യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും. എന്താ നമ്മുടെ പ്രത്യാശ? മഹത്വം പ്രാപിക്കുമെന്ന്. എന്താ നമ്മുടെ പ്രത്യാശ? തേജസ് പ്രാപിക്കുമെന്ന്. അപ്പൊ എന്ത് ജീവിക്കപ്പെടണം? മർത്യ ശരീരങ്ങൾ ജീവിക്കപ്പെടണം. അതാണ് മഹത്വമെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് ഇവിടെ പറയുകയാണ്. യേശുവിനെ മൃതരിൽ നിന്ന് ജീവിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ നിവസിക്കുന്നു. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ജീവിപ്പിച്ച ദൈവം അധീനമായ നിങ്ങളുടെ ശരീരങ്ങളെയും അതേ ആത്മാവിനാൽ ജീവിപ്പിക്കും. അത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. അതായത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം, പാപപ്രവണതയിലേക്ക് പോകരുത്, നമ്മൾ പാപത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇതിന് പറയാനാണ്. കാരണം എന്താ ഇതിന്റെ ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കുക. നോക്ക്, നിങ്ങളോട് ഈ അതുകൊണ്ട് സഹോദരങ്ങളെ, പാപപ്രവണത അനുസരിച്ച് ജീവിക്കേണ്ടത്. നമുക്ക് പാപപ്രവണതയോട് ഒരു ബാധ്യതയുമില്ല. പാപപ്രവണതകൾ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ആദ്യം പറഞ്ഞ മരണവും ഈ മരണവും തമ്മിൽ വ്യത്യാസമാണ്. ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ശരീരം മരണവിധേയമാന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു മരിക്കും. അതെന്തുവാ? ജീവനുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ് മരണവിധേയമായ നിങ്ങളുടെ ശരീരം, മരണവിധേയമായ ശരീരവും ജീവനുള്ള ആത്മാവിന്റെ ഉടമയായി ഇപ്പൊ നിങ്ങള്. ഇതിനാരാ ഇടയ്ക്ക് നിന്നത്? ക്രിസ്തു. ആ ക്രിസ്തു ഇപ്പൊ എവിടെ ഉണ്ട്? നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതെന്തുകൊണ്ടാ? ഈ നിരപ്പ് ലഭിച്ചു, നിങ്ങൾക്ക് നീതി ലഭിച്ചു. നീതി നിങ്ങൾ ഞങ്ങൾക്ക് നീതി ലഭിച്ചു. നമ്മൾ പറയണം ഞങ്ങൾക്ക് നീതി ലഭിച്ചു. നിങ്ങൾക്ക് ലഭിച്ച നീതി എന്തോ? ദൈവമായി ഞങ്ങൾക്ക് നിരപ്പുണ്ടായി. ദൈവം ഞങ്ങളുടെ പിതാവെന്ന സ്ഥാനത്തേക്ക് വന്നു. ക്രിസ്തു ഞങ്ങൾക്ക് നീതി നേടിത്തന്നു. നീതി കിട്ടി. ഈ നീതി കിട്ടിയതിന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് ആത്മാവ് ജീവനുള്ളതായി തീർന്നു. ആത്മാവ് ജീവനുള്ളതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നു. അഥവാ ക്രിസ്തുവിന്റെ ആത്മാവുള്ളിൽ വസിക്കുമ്പോൾ നാം പാപപ്രവണതയോട് ഗുഡ് ബൈ പറയണം. നമ്മൾ പറയണം, എനിക്ക് ഒരു ബാധ്യതയില്ല. എന്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നതൊക്കെ, എന്റെ ശരീരം ഇഷ്ടപ്പെടുന്നതൊക്കെ, എന്റെ ദേഹി പറയുന്നതൊക്കെ ചെയ്യാൻ ഇപ്പൊ എനിക്ക് സൗകര്യമില്ല. പക്ഷെ തിരിച്ചാ നമ്മൾ ചെയ്യാറുള്ളത്.
എനിക്കിപ്പോ മനസ്സില്ല പ്രാർത്ഥനയ്ക്ക് പോവാൻ, എന്തോ ചെയ്യും ഇപ്പൊ പാസ്റ്റർ, എന്തോ ചെയ്യും? മനസ്സുള്ളവര് വരട്ടെ. ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സില്ല. ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം? എന്തെല്ലാം ജീവിത തിരക്കുണ്ട്, ഞങ്ങൾക്ക് മനസ്സില്ല. ആ ധാർഷ്ട്യ മനോഭാവം പലരും കാണിക്കുന്നേ. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനല്ല. നിങ്ങൾ ദേഹിയോട് പറയണം പോയി പണി നോക്കാൻ. അതായത് ആത്മാവിനെ ജീവിപ്പിച്ച് നീതി തന്ന് ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവർ പറയണം, തേണ്ട ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം, പാപപ്രവണത നമ്മളോട് തന്നെ പറയണം, പോയി പണി നോക്ക്. കർത്താവ് പറഞ്ഞില്ലേ, സാത്താനെ എന്നെ വിട്ടു പോ. അത് പത്രോസിലൂടെ കിട്ടിയ നല്ല ആലോചനയാണെങ്കിലും പറഞ്ഞു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, നീ എന്നെ വിട്ടു പോകാൻ പറഞ്ഞു. അതായത് ദൈവത്തിന്റെ ആ ക്രിസ്തു ഉള്ളിൽ വസിച്ച് ക്രിസ്തുവിന്റെ തേജസ്സിന് പങ്കാളികളാകാനുള്ളവർക്ക്, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ചില കാര്യങ്ങളോട് പറയണം, ശാസിക്കണം, റിബ്യൂക്ക് ചെയ്യണം. അതായത് പാപപ്രവണതയോട് പറയണം, പോയി പണി നോക്ക്. പണ്ട് ഞാന് നിനക്ക് അടിമയായിരുന്നു, അപ്പൊ നീ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാനങ്ങ് ഇറങ്ങി ചാടുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ചാടത്തില്ല. കാരണം എന്നെ നയിക്കുന്ന കർത്തൃത്വമുണ്ട്, അകത്തു വാഴുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ശക്തിയാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ആ ശക്തി നിയന്ത്രിക്കുന്നതുകൊണ്ട് നിന്റെ ഇഷ്ടം ചെയ്യാനല്ല എന്റെ ജീവിതം, എന്നെ നിയന്ത്രിക്കുന്ന കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനുള്ളതാണ് എന്റെ ജീവിതം. അതായത് നമ്മളിപ്പോ ധാർഷ്ട്യ മനോഭാവം കാണിക്കേണ്ടത് സഭയോടും ശുശ്രൂഷകരോടും വിശ്വാസികളോടും അല്ലെങ്കിൽ ദൈവിക കൂട്ടായ്മകളോടും അല്ല, നീതിയുടെ പ്രവൃത്തികളോടല്ല. എനിക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ധാർഷ്ട്യ മനോഭാവം അവിടെയല്ല കാണിക്കേണ്ട. പിന്നെയോ പാപത്തോട് വേണം ആ മനോഭാവം കാണിക്കാൻ. പോയി പണി നോക്ക്. ഇനി ഞാൻ പഴയ പോലെ സംസാരിക്കാൻ വരത്തില്ല. പോയി പണി നോക്ക്. ഞാനിനി ആ കൂട്ടുകെട്ടി നിൽക്കാൻ വരത്തില്ല. ഇനി നിങ്ങൾ എന്റെ വായിന്ന വാക്ക് പ്രതീക്ഷിക്കണ്ട, ഞാനത് പറയത്തില്ല. നാം നമ്മുടെ തന്റെ ഇടവും വീര്യവും ശൂര്യവും ഒക്കെ കാണിക്കേണ്ടതുണ്ടല്ലോ. നമ്മളോടെ ചെയ്യാൻ പറഞ്ഞതും വിധേയപ്പെടുന്ന കാര്യത്തോടല്ല. പിന്നെയോ നാം എതിർപ്പും അവഗണനയൊക്കെ പ്രകടിപ്പിക്കേണ്ട ചില മേഖലകളുണ്ട്. നാം കണ്ടില്ലെന്ന് നടിക്കുന്ന പോയി പണി നോക്കാൻ പറയുന്നത് നമ്മളെ ഉപദേശിക്കുന്നവരോടും നമുക്ക് ആലോചന പറഞ്ഞവരോടും രാപ്പകൽ നമുക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരോടും അല്ല നാം ധാർഷ്ട്യം കാണിക്കണ്ടേ. മറിച്ച് നാം കാണിക്കേണ്ടത് എന്നറിയോ? പാപപ്രവണതയോട്. അതെ, അരുതാത്ത പറയാൻ നാവ് ചലിക്കുമ്പോൾ, അരുതാത്ത ചെയ്യാൻ കൈ ചലിക്കുമ്പോൾ, അതെ വഴക്കിടുവാൻ ദേഹി കൊതിക്കുമ്പോൾ, അതെ ജീവിതത്തിൽ ഇഷ്ടമുള്ളിടത്തേക്ക് ശരീരം കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പറയണം, എനിക്കിനി നിന്നോട് ഒരു ബാധ്യതയില്ല. നമ്മൾ തമ്മിൽ കൂട്ടുവെട്ടി. എനിക്കിപ്പം കൂട്ടാനോടെന്നറിയാവോ? എന്റെ ആത്മാവിനെ ജീവിപ്പിച്ച് നീതി തന്ന എന്റെ കർത്താവിനോടാണ്. പക്ഷെ ഇപ്പോഴും കൂട്ടുവെട്ടുന്നില്ല പലരും. കൂട്ടുവെട്ടുന്ന ആരോടാ? കർത്താവിനോടും കർത്താവ് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നതിനോടോ കൂട്ടുവെട്ടുന്നേ. പക്ഷെ വചനം പറഞ്ഞ കൂട്ടുവെട്ടുന്ന ആരോടാ? പാപപ്രവണതയോട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപപ്രവണതയെ അനുസരിച്ച് ജീവിക്കേണ്ടത് നമുക്ക് പാപപ്രവണതയോട് ഒരു ബാധ്യതയുമില്ല. അതിന്റെ അർത്ഥം ഇനി പാപം ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ പാപം ചെയ്തില്ലല്ലോ, 2 പാപം ഇന്ന് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടണമെന്ന് ഇന്നൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. 2 തന്നെ നമ്മളോട് ആരും കണക്ക് ചോദിക്കത്തില്ലെന്ന്. ചെയ്താലാ കണക്ക് ചോദിക്കുന്നേ. നമുക്ക് ഇനി ഒരു ഉത്തരവാദിത്വം ഇല്ല. കാരണം നമ്മുടെ അവയവങ്ങള് 2 പാപത്തിന് അടിമയായിരുന്നപ്പോ ചെയ്യണമായിരുന്നു. കാരണം യജമാനൻ പാപമായിരുന്നു. ഇപ്പൊ യജമാനൻ കർത്താവായപ്പം നമുക്കൊരു ബാധ്യതയില്ല. നമ്മൾ പറയണം, ഇല്ലില്ല എന്നെ കിട്ടത്തില്ല, വിട്ടേര്, എന്നെ വിട്ടേര്, എനിക്കോ ഒരു ബാധ്യതയില്ല. ഞാൻ ഈ പാപത്തിന്റെ ദാസനല്ല, ഞാൻ ദൈവത്തിന്റെ ദാസൻ. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ദൈവങ്ങളെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറയാം ക്രിസ്തുവിന്റെ അത് നമുക്കറിയാവുന്ന പോർഷനാണ്, വായിക്കാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വന്ന് റോമാലേഖനത്തിൽ നിന്ന് വായിച്ചതാണ്. എന്താണ് മഹത്വത്തിന്റെ പ്രത്യാശ? ക്രിസ്തുവിന്റെ അധിവാസത്തിന്റെ പ്രത്യേകത എങ്ങനെ ജീവിപ്പിക്കും? യേശുവിനെ മരിച്ചതെന്ന് ഉയർപ്പിച്ച ആ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെയും എന്ത് ചെയ്യും? മരിച്ചവരിൽ നിന്ന് മരണാധീനമായ നമ്മുടെ ശരീരങ്ങളെ, മർത്യ ശരീരങ്ങളെയും തന്റെ ആത്മാവിനാൽ ജീവിപ്പിക്കും. അങ്ങനെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പേരെ, നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിൽ ഒന്നുകൂടെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് ഇന്ന് രാത്രി നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ദൈവവചന ചിന്തകളെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാനും ഒന്നുകൂടെ മനസ്സിൽ ദൃഢപ്പെടുത്താനും പ്രാർത്ഥിക്കാനുമുള്ള അവസരമാണ്. ക്രിസ്തുവിന്റെ അധിവാസമുള്ള ദൈവമക്കൾ, ക്രിസ്തുവിന്റെ നിവാസമുള്ള ദൈവമക്കൾ,
ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. അതുകൊണ്ടാണ് പറയുന്നത്, തന്റെ ആത്മാവ് നമുക്ക് അച്ചാരമായി ഗ്യാരണ്ടി ആയിട്ട് തന്നിരിക്കുക. നാം ഉയർക്കും എന്നുള്ളതിന്റെ ഏറ്റവും വെളിവ് തന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്നിരിക്കുക. നമ്മൾ പറയുകയാണ് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിൽ വസിക്കുന്നു. അപ്പൊ നമ്മള് അർത്ഥം അറിയാതെ പറയല്ലേ, ക്രിസ്തു വസിക്കുന്നെങ്കിൽ നമ്മളിൽ എന്ത് പ്രത്യാശ ഉണ്ടെന്നാ പറയുന്നേ. ഞാനും ക്രിസ്തുവിന്റെ മഹത്വത്തിന് പങ്കാളിയാകുമെന്നുള്ള അഷ്വറൻസ്, ഹോപ്പ് എനിക്കുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ച അതേ ആത്മാ. പക്ഷേ ദൈവത്തിന് എന്നെ കുറിച്ച് ഈ ഭൂമിയിൽ ഉദ്ദേശം അത് കർത്താവ് ചെയ്തോളൂ. ആരും അതിനെക്കുറിച്ച് വറിയാകണ്ട. പക്ഷെ വറിയാകണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയുണ്ട്. എങ്ങനെ ഉയർക്കുമെന്നുള്ളത് ഓർത്തല്ല നമ്മള്, എങ്ങനെ മരിക്കുമെന്നോർത്താ ചിന്തിക്കണ്ടേ. എങ്ങനെ ഉയർപ്പിക്കുമെന്നോർത്ത് ആരും ഭയപ്പെടണ്ട. എങ്ങനെ കർത്താവ് പ്രത്യക്ഷനാകും, എങ്ങനെ നമ്മൾ മുകളിലോട്ട് എടുക്കപ്പെടും. ശിവനോടാണെങ്കിൽ മരിച്ചെങ്കിൽ ഇത് എങ്ങനെ ജീവിക്കുക ചോദ്യ സഭയെ വന്നു. ഓൾറെഡി കൊരിന്ത്യർ സഭയെ വന്നു. അപ്പൊ കർത്താവ് അതിന് ഉത്തരം അപ്പോസ്തലൻ നമ്മൾ അതോർത്ത്. പക്ഷെ അപ്പോസ്തലന്മാർ എങ്ങോട്ടാ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചറിയാവോ? അവര് പറഞ്ഞു, ജീവിച്ച ആത്മാവ്, ജീവിപ്പിച്ച ആത്മാവ്, നീതി ലഭിച്ച നിങ്ങൾ, നീതി നിമിത്തം ജീവനായി തീർന്ന ആത്മാവുണ്ടല്ലോ, അത് മരിക്കാതിരിക്കാനുള്ള കാര്യം നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇനിയും ബാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് പോയി ഇടപെടരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതല്ല. നിങ്ങളുടെ കൈയും വായും നാക്കും ജീവിതവും നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങൾക്ക് ഒരു ബാധ്യതയില്ലാത്ത കാര്യത്തിൽ പോയി നിങ്ങൾ ഇനി ഇടപെടരുത്. നിങ്ങൾക്ക് ബാധ്യതയുള്ള ഒരു മേഖലയുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ ഉപയോഗിപ്പാൻ ഇനി ബാധ്യതയുള്ള കണക്ക് കൊടുക്കേണ്ട, ഏൽപ്പിച്ചു കൊടുക്കേണ്ട വലിയ നമുക്കൊരു യജമാനുണ്ട്. ആ യജമാന്റെ വേല ചെയ്യണം. നാം ദൈവത്തിന്റെ ദാസരാ. ഇനി പാപത്തിന്റെ ദാസന്മാരല്ല. പാപത്തിന്റെ ദാസന്മാർ അവര് ചെയ്യേണ്ടതേ. അയ്യോ, നമ്മ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ. പാപത്തിന്റെ ദാസന്മാർ അവരുടെ വേല ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ പോകുമ്പോൾ നമ്മൾ എന്തിനാ അതിന് പങ്കാളിയാകാൻ പോലെ. ദൈവത്തിന്റെ ദാസന്മാർ വളരെ വിരളമാ. നമുക്ക് ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാം. ഒരു ധൈര്യത്തോടെ പറയാം, ക്രിസ്തു ഞങ്ങൾ അധിവസിക്കുന്നു. ആ അധിവസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെയും കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ ക്രിസ്തുവിനെ മരിച്ചു തീർപ്പിച്ചു അതുപോലെ ഞങ്ങളെയും ജീവിപ്പിക്കും. എത്ര വലിയ മുദ്ര കൊണ്ട് വെച്ചിട്ടും, എത്ര കല്ലുകൊണ്ട് കല്ലറ മൂടിയിട്ടും ലോക ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടല്ലേ. കല്ലുകൊണ്ട് ഗുഹയുടെ വാതിൽ മൂടും, പക്ഷെ മുദ്രയിട്ട് മരിച്ച ഒരാളെ പുറത്തു വരാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും കല്ലറ ചെയ്യാറുണ്ടോ? ഒരൊറ്റ കല്ലറയിലേ ചെയ്തിട്ടുള്ളൂ, യേശുവിന്റെ കല്ലറ മാത്രം. ആ കല്ലറ കല്ലുകൊണ്ട് മൂടി വെച്ചാലും, റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചാലും അതേ ഉയർപ്പിനെ തടുക്കാൻ ആർക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ട് അതേപോലെ തന്നെ നമ്മൾ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കേട്ടുകൊള്ളുക. ക്രിസ്തു എന്ന ദൈവിക മർമ്മത്തെ വെളിപ്പെടുത്തി നമുക്ക് തരാൻ മാത്രമല്ല പദ്ധതി, ക്രിസ്തുവിനെ പോലെ അവന്റെ തേജസ്സിന്റെ പങ്കാളികളാക്കുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് നടക്കാം. നാം പ്രാരംഭമായി ആമുഖമായി ചിന്തിച്ച കാര്യങ്ങളുടെ മനസ്സൊന്ന് ധ്യാനിക്കാം. അതെ, ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരകളെ ജീവിപ്പിച്ച് ഒരു സൈന്യമായി നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. തീർന്നില്ല. ഏറ്റവും കൊടിയ കഠിന ക്ഷാമം വന്നിടത്ത് ഒറ്റ രാത്രി കൊണ്ട് മാറ്റം വരുത്തി തന്റെ നീ നിവർത്തിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒറ്റ കാര്യം ഓർക്കുക, ഗോഡ് സൈലൻസ് ഈസ് നോട്ട് ഹിസ് ആബ്സെൻസ്. അവന്റെ മൗനം അവന്റെ അസാന്നിധ്യമല്ല, പിന്നെയോ അവൻ നമുക്കൊരു അവസരം തരിക. നമ്മൾ എങ്ങനെ അവന്റെ മൗന കാലഘട്ടത്തെ, നിശബ്ദ കാലഘട്ടത്തെ വിവേചിക്കും, എങ്ങനെ കാണും, അതെ എങ്ങനെ വിളിച്ചു പറയും, എങ്ങനെ സംസാരിക്കും. അവൻ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി അയക്കുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിന്നുകൊണ്ട് അവന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.